നമസ്കാരം. പ്രണയത്തിന് വേണ്ടി ഏതറ്റം വരെയും പോകുന്ന കാമുകന്മാരുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. എന്നാൽ ദില്ലിയിൽ നിന്നുള്ള ഈ യുവാവ് പ്രണയത്തിന്റെ അതിരുകൾ ഭേദിച്ച് തന്റെ കാമുകിക്ക് IPS പരീക്ഷയിൽ വിജയിക്കാൻ വേണ്ടി ചെയ്തത് അവിശ്വസനീയമായ കാര്യമാണ്. 220 കിലോമീറ്ററോളം ദൂരം 121 ലിറ്റർ ഗംഗാജലവുമായി കാൽനടയായി യാത്ര ചെയ്ത് ക്ഷേത്രത്തിൽ വഴിപാട് നേർന്നിരിക്കുകയാണ് ഈ യുവാവ്. ദില്ലി സ്വദേശിയായ ആശിഷ് എന്ന യുവാവാണ് തന്റെ കാമുകിക്ക് സിവിൽ സർവീസ് പരീക്ഷയിൽ ഉന്നത വിജയം നേടുന്നതിനായി ഈ കഠിനവ്രതം അനുഷ്ഠിച്ചത്. ഉത്തരാഖണ്ഡിലെ ഹരിദ്വാറിൽ നിന്ന് 121 ലിറ്റർ പുണ്യ ഗംഗാജലം ശേഖരിച്ചാണ് ആശിഷ് തന്റെ കാമുകിക്ക് വേണ്ടി ദില്ലിയിലേക്ക് കാൽനടയായി യാത്ര തിരിച്ചത്. ഇത് ഏകദേശം 220 കിലോമീറ്ററിലധികം ദൂരമാണ്. ശ്രാവണ മാസത്തിലെ കൺവാർ യാത്രയുടെ ഭാഗമായാണ് ആശിഷ് ഈ വഴിപാട് നടത്തിയത്. സാധാരണയായി ശിവഭക്തർ ശിവക്ഷേത്രങ്ങളിൽ വഴിപാടുകൾ അർപ്പിക്കുന്നതിനായി ഗംഗാജലം ചുമന്നുകൊണ്ടുപോകുന്ന ചടങ്ങാണ് കൺവാർ യാത്ര. എന്നാൽ ഇവിടെ ആശിഷ് തന്റെ പ്രണയത്തിന് വേണ്ടിയായിരുന്നു ഈ തീർത്ഥാടനം നടത്തിയതെന്നത് ഏറെ കൗതുകമാണ്. തന്റെ പുറത്ത് ഘടിപ്പിച്ച പ്രത്യേക കാവടിയിലാണ് 121 ലിറ്റർ ഗംഗാജലം നിറച്ച വലിയ പാത്രങ്ങൾ താങ്ങി ആശിഷ് യാത്ര ചെയ്തത്. ഈ വാർത്ത സമൂഹ മാധ്യമങ്ങളിൽ അതിവേഗം വൈറലായി കഴിഞ്ഞു. പ്രണയത്തിന്റെ പേരിൽ ഇങ്ങനെയൊരു ത്യാഗം ചെയ്യാൻ തയ്യാറായ ഈ യുവാവിനെ അഭിനന്ദിച്ചും IPS പരീക്ഷ എഴുതിയ അദ്ദേഹത്തിന്റെ കാമുകിക്ക് വിജയാശംസകൾ നേർന്നും നിരവധി പേരാണ് രംഗത്തെത്തുന്നത്. പ്രണയത്തിന്റെ ശക്തിക്ക് മുന്നിൽ ദൂരവും ഭാരവും ഒന്നും ഒരു പ്രശ്നമല്ലെന്ന് തെളിയിക്കുകയാണ് ഈ ദില്ലി യുവാവ്. അതേസമയം ശിവഭക്തർക്കിടയിൽ ഏറെ പ്രാധാന്യമുള്ള ഒരു തീർത്ഥാടനമാണ് കൺവാർ യാത്ര. ഉത്തരേന്ത്യയിലെ ശിവക്ഷേത്രങ്ങളിലേക്കുള്ള ഈ കാൽനട യാത്ര ഭക്തിയുടെയും അർപ്പണബോധത്തിന്റെയും പ്രതീകമായി കണക്കാക്കപ്പെടുന്നു. ശ്രാവണ മാസം, അതായത് ജൂലൈ ഓഗസ്റ്റ് ആരംഭിക്കുന്നതോടെയാണ് ഈ യാത്രയ്ക്ക് തുടക്കമാകുന്നത്. ഈ യാത്ര കായികമായും മാനസികമായും ഒരു വെല്ലുവിളിയാണ്. ദിവസങ്ങളോളം നീളുന്ന കാൽനട യാത്രയും ലളിതമായ ജീവിത രീതിയും ഭക്തരുടെ ആത്മീയ ശുദ്ധീകരണത്തിന് സഹായിക്കുമെന്നതാണ് വിശ്വസിക്കപ്പെടുന്നത്. അതേസമയം കൺവാർ എന്ന പേര് വരുന്നത് കാവടി എന്ന വാക്കിൽ നിന്നാണ്. ഭക്തർ തോളിൽ താങ്ങി കൊണ്ടുപോകുന്ന ഗംഗാജലം സൂക്ഷിക്കുന്ന കലങ്ങൾ തൂക്കിയിടുന്ന ഒരു തരം തോളുതാണ്ടാണ് ഇത്. പലപ്പോഴും ഇത് മുള കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. എന്നാൽ ലക്ഷക്കണക്കിന് ഭക്തർ പങ്കെടുക്കുന്ന ഈ യാത്ര സുഗമമാക്കാൻ സംസ്ഥാന സർക്കാരുകളും പ്രാദേശിക ഭരണകൂടങ്ങളും വിപുലമായ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്താറുണ്ട്. ആരോഗ്യ ക്യാമ്പുകൾ, വിശ്രമ കേന്ദ്രങ്ങൾ, സുരക്ഷാ ഉദ്യോഗസ്ഥർ എന്നിവയെല്ലാം യാത്രാവേളയിൽ ലഭ്യമാകും. അതേസമയം ആശിഷിനെ പോലെയുള്ള യുവാക്കൾ പ്രണയം പോലുള്ള വ്യക്തിപരമായ ആഗ്രഹങ്ങൾ സഫലീകരിക്കാനും കാൻവാർ യാത്ര നടത്താൻ തുടങ്ങിയതോടെ ഇതിന്റെ സാമൂഹിക പ്രാധാന്യം കൂടുതൽ വർദ്ധിച്ചിട്ടുണ്ട്. ഇത് ഭക്തിയുടെയും വ്യക്തിഗത ആഗ്രഹങ്ങളുടെയും ഒരു സമ്മിശ്രമായി മാറിക്കൊണ്ടിരിക്കുന്നു. വെബ് ഡെസ്ക് തത്തുമൈ TV.